കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിൽ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. കൗൺസിൽ സ്ഥാനത്ത് നിന്ന് തോമസ് എബ്രഹാമിനെ നീക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സ്വന്തം നിലയ്ക്ക് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ച സാഹചര്യത്തിലാണ് തോമസ് എബ്രഹാമിന്റെ രാജി. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ മേഘന. മേഘന, കേൾക്കാമോ? എന്തായാലും കേരള സർവകലാശാല വൈസ് ചാൻസലർ അദ്ദേഹത്തെ നീക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിയല്ലാതെ മറ്റു വഴിയില്ല. അതിൽ പ്രധാനമായും കേരള സർവകലാശാലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും പുതിയ പോർമുഖവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം VC അതിൽ അമിതാധികാര പ്രവണത കാണിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനും അതുപോലെ തന്നെ നീക്കാനുമുള്ള അവകാശം VCക്കല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അത് ചട്ടപ്രകാരമല്ലെന്നും പറയുന്നു. അങ്ങനെ VC ഈ മാറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും മാറാൻ തയ്യാറല്ലെന്ന് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് കേരള സർവകലാശാലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ നിന്ന് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചിരിക്കുന്നത്. VC സ്വന്തം നിലയ്ക്ക് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ച സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ രാജി ഉണ്ടായിരിക്കുന്നത്. സിൻഡിക്കേറ്റ് ആണ് ചട്ടപ്രകാരം ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനും നീക്കാനുമുള്ള അധികാരം. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ രാജിക്കത്തിൽ പറയുന്നത്. രാജിക്കത്ത് നിലവിൽ സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ രാജിക്കത്തിലും വൈസ് ചാൻസലർക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. തന്നെ മാറ്റാൻ VCക്ക് അധികാരമില്ല, അതുപോലെ തന്നെ അതിൽ VCയുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ രാജിക്കത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വലിയ വിമർശനവുമായും മുന്നോട്ട് വരുന്നുണ്ട്. അതിനിടയിലാണ് ഇതിൽ മറുപടി കത്ത് രാജിവെക്കില്ലെന്ന് അറിയിച്ചിട്ടും ഇന്ന് പ്രതിഷേധ സൂചകമായി മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.